വളരെ സങ്കടകരമായ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത ഇന്നലെ വന്നു. ജമ്മു കാശ്മീരിലെ കൊത്തോയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 5 സൈനികർക്ക് വീരമൃത്യു. പരിക്കേറ്റ 5 സൈനികരെ പത്താൻകോട്ടിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മേഖലയിൽ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. അതിഭീകരമായ ആക്രമണമാണ് നടന്നത് എന്നാണ് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാൻ പോലെയുള്ള രാഷ്ട്രങ്ങളുടെ പിൻബലത്തോടെ കടുത്ത ഭീകരാക്രമണമാണ് ജമ്മു കാശ്മീരിൽ ഈ ഭാഗത്തൊക്കെ അരങ്ങേറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഏറ്റവും അവസാനം 5 സൈനികർക്ക് അവരുടെ ജീവൻ നഷ്ടമായി, വീരമൃത്യു വരിച്ചു. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കൻ. ഇന്നലെ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ജമ്മു കശ്മീരിലുണ്ടായ ഭീകരവാദി ആക്രമണം എന്നുള്ളത്. കത്വ ജില്ലയിലെ ബദ്നോട്ട എന്ന ഒരു വിദൂര ഗ്രാമത്തിൽ വെച്ചാണ് സൈനികരുടെ വാഹന വ്യൂഹത്തിന് നേരെ ഭീകരവാദികൾ ആക്രമണം നടത്തിയത്. വൈകിട്ട് 3:30 ഈ മേഖലയിൽ പതിവ് പട്രോളിങ്ങിനായി പോവുകയായിരുന്ന വാഹന വ്യൂഹത്തിലെ ഏറ്റവും മുന്നിൽ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഗ്രനേഡ് എറിഞ്ഞ ശേഷം ഭീകരവാദികൾ 2 വശത്തു നിന്നും വെടിയുതിർക്കുകയായിരുന്നു. വലിയൊരു സംഘം ഭീകരവാദികൾ തന്നെ ഈ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് സൈന്യത്തിന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായത്. ഈ ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ സൈന്യം തിരിച്ചടിച്ചു. ഈ ഒരു ഏറ്റുമുട്ടലിലാണ് 5 സൈനികർ വീരമൃത്യു വരിച്ചത്. അതിൽ 4 പേർ ഈ സംഭവ സ്ഥലത്ത് തന്നെ ഗുരുതരമായി പരിക്കേറ്റ് വീരമൃത്യു വരിക്കുകയായിരുന്നു. ഒരാൾ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടി 5 സൈനികർക്ക് പരിക്കുണ്ട്. അവർ ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുകയാണ്. അവരെ കത്വയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി ശുശ്രൂഷ നൽകിയ ശേഷം പിന്നീട് പഠാൻകോട്ടിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മേഖലയിൽ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ച് തെരച്ചിൽ ആരംഭിച്ചു. ഇതിനിടെ ഏറ്റുമുട്ടലുണ്ടായി. ഈ ഭീകരവാദികൾ സൈന്യം പ്രത്യാക്രമണം നടത്തിയ ഘട്ടത്തിൽ തന്നെ സമീപത്തുള്ള വനമേഖലയിൽ ഒളിക്കുകയായിരുന്നു. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും ഊർജിതമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ 48 മണിക്കൂറിനിടെയാണ് ജമ്മു കശ്മീരിൽ ഇത്തരത്തിൽ 3 ഭീകരവാദി ആക്രമണങ്ങൾ ഉണ്ടായത്. നേരത്തെ ഉണ്ടായ ഭീകരവാദി ആക്രമണത്തിൽ 2 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. കുൽഗാമിൽ 2 ഇടങ്ങളിലായാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഒപ്പം തന്നെ 6 ഭീകരവാദികളെ ഈ കുൽഗാമിൽ വധിക്കാനും സൈന്യത്തിന് കഴിഞ്ഞിരുന്നു. നിലവിൽ ഇപ്പോൾ വലിയ ഒരു സംഘം ഭീകരവാദികൾ തന്നെ അതിർത്തി നുഴഞ്ഞു കയറി എത്തിയിട്ടുണ്ട് എന്നാണ് സൈന്യം കണക്കാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മേഖലയിൽ സൈന്യം തെരച്ചിലും ഈ പട്രോളിങ്ങും ഊർജിതമാക്കിയത്. അതിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. എസ്കേൻ.